എനിക്കില്ലടോ ഈ ലോഡർ ഫ്രൈസ് ഇല്ലേ അതെന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൂതിയാകുന്ന സമയത്ത് ഈ സ്വിഗ്ഗി സൊമാറ്റോയിലെല്ലാം ഓർഡർ ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇന്നലെ ഉമ്മ ഷോപ്പിങ്ങിന് പോയ സമയത്ത് അവിടുന്ന് ഈ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഈ ലോഡർ ഫ്രൈസ് വീട്ടിലുണ്ടാക്കിക്കൂടാ. അങ്ങനെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കന് നല്ലോണം എടുത്തിട്ട് കഴുകിയിട്ട് നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ പൊടി, അത് നല്ല ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കേണ്ടിയിട്ട്, പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ പിന്നെ റെസ്റ്റിന് വെച്ച്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ നിന്ന് എൻ്റെ അനിയന് ഫ്രഞ്ച് ഫ്രൈസ് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടായി. അപ്പോൾ ചിക്കൻ നല്ല റെസ്റ്റിന് നല്ലോണം എല്ലാം മിക്സ് ചെയ്തിട്ട് ചിക്കൻ റെസ്റ്റിന് 5 മിനിറ്റ്സ് റെസ്റ്റിന് വെച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മയോണീസ് ഉണ്ടാക്കി. മയോണീസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, കോമൺ ആയിട്ടുള്ള, അത് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച്. പിന്നെ മയോണീസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് സോസും പിന്നെ കുറച്ച് മുളക് പൊടിയും ഒരു ലോഡർ ഫ്രൈസിൻ്റെ ഒരു സോസ് ആക്കിയിട്ട് നമ്മളെ രീതിയിലാക്കിയിട്ട് എടുത്ത് ഞാൻ. അങ്ങനെ തന്നെയാണ് ആക്കാൻ തോന്നുന്നത്. സോസും മയോണീസും പിന്നെ കുറച്ച് മുളക് പൊടിയും. അങ്ങനെ ഇതെല്ലാം ചെയ്തതിൻ്റെ നമ്മൾ മുന്നേ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായ ചിക്കനില്ലേ അത് നല്ലോണം മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ വിചാരിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലെല്ലാം ഒഴിച്ച് കൊടുത്ത് അത് ഫ്രൈ ചെയ്യാൻ വെച്ച്. അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കനെല്ലാം ഇവിടെ നല്ല ഫ്രൈ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് എടുത്ത്. എന്നിട്ട് ഞാൻ കുറച്ചൊന്ന് ഒരു കൊത്തിയിട്ട് കൊടുത്ത് ചെറിയ 2 പീസാക്കി, അധികം വലുതാക്കുകയൊന്നും ചെയ്യാണ്ട് ചെറിയ പീസാക്കി. എന്നാൽ കുറച്ച് ഭംഗി ഉണ്ടാവും വെച്ചാൽ, സെറ്റ് ചെയ്താൽ കാണാൻ. അങ്ങനെ ഞാൻ ലോഡർ ഫ്രൈസ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഒരു സെറ്റ് ലോഡർ ഫ്രൈസ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയ ആ സോസില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത്, പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ചിക്കന് ഇങ്ങനെ ഇട്ട് കൊടുത്ത്, പിന്നെയും ഈ സെയിം സ്റ്റെപ്പിനെ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തത്. പിന്നെ അതിലേക്ക് ഞാൻ ചീസാണ് വെച്ച് കൊടുത്തത്. ചീസ് മെൽറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും നമ്മുടെ അടുത്ത് ഓവണ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് എങ്ങനെ ചീസ് മെൽറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ചീസ് മെൽറ്റ് ചെയ്യുന്ന വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ സെറ്റ് ചെയ്തതിൻ്റെ റീസണ്. അപ്പോൾ ഈ പാത്രത്തിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ. അത് സക്സസ് ആയിന്. നമ്മൾ വിചാരിച്ചത് സക്സസ് ആവില്ല, ഫെയിലാവും. പക്ഷേ അത് സക്സസ് ആയിന്. അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അത് മെൽറ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാൻ. എന്നിട്ട് മൂടി വെച്ചിട്ട് മൂടീൻ്റെ അവിടെ ആ ഹോൾസ് ഉണ്ടാവില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മെൽട്ടായിട്ട് വരില്ല എയർ പുറത്തേക്ക് പോയാൽ. അങ്ങനെ അത് നമ്മൾ സക്സസ് ആയി. അത് ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടില്ല, ചീസ് മെൽറ്റ് ചെയ്തിട്ട് എടുത്ത്. ഫൈനൽ പിന്നെ നമ്മളൊരു സോസും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുത്ത്. പിന്നെ ഞാനതൊന്ന് എടുത്തിട്ട് നേരെ പോയിട്ട് മദർജിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത്. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ച അഭിപ്രായം, അപ്പോഴുള്ള റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി, സൂപ്പറാ. അപ്പോൾ ഓക്കേടാ, നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടാ.